ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കി പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് കാനഡ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. 92-ാം മിനിറ്റിലാണ് കാനഡയുടെ വിജയ ഗോൾ പിറന്നത്. ഇതാദ്യമായാണ് കാനഡ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തുന്നത്. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പൗർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ വേൾഡ് കപ്പിലെ രണ്ടാം ഘട്ടം റൗണ്ട് ഓഫ് 32 തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ കാനഡ, ആതിഥേയ രാജ്യമായ കാനഡ 1-0 പരാജയപ്പെടുത്തി അടുത്ത ഘട്ടത്തിലേക്ക് റൗണ്ട് ഓഫ് 16 അവർ ഒരു ത്രസിപ്പിക്കുന്ന ജയത്തോടെ കടക്കുകയും ചെയ്തു. മത്സരത്തിലേക്ക് വന്നാൽ മത്സരം നടന്നത് കാലിഫോർണിയയിൽ സോഫി സ്റ്റേഡിയത്തിൽ ഏകദേശം 60,000 കാണികളെ സാക്ഷി നിർത്തിയായിരുന്നു മത്സരം നടന്നത്. 2007 ശേഷം ഏകദേശം ഒരു 19 വർഷത്തിന് ശേഷമാണ് ഇരു ടീമുകളും ദക്ഷിണാഫ്രിക്ക കാനഡ ഒരു ഫുട്ബോൾ മാച്ചിൽ ഏറ്റുമുട്ടുന്നത്. ആ മത്സരത്തിൽ 2007 മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കക്കായിരുന്നു ജയം. ഇന്നത്തെ മത്സരത്തിൽ ആദ്യ പകുതി എടുത്തു നോക്കിയാൽ തന്നെ സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ബോൾ നിയന്ത്രിച്ച് ബോൾ പൊസിഷൻ ചെയ്ത് കളിച്ചത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. എന്നാൽ ആക്രമണങ്ങൾ കൂടുതൽ കൗണ്ടർ അറ്റാക്കുകളും അതുപോലെ തന്നെ ആക്രമണങ്ങൾ കൂടുതൽ നടത്തിയത് കാനഡയാണ്. കാനഡ ഏകദേശം 8 ഷോട്ടുകൾ ഈ മത്സരത്തിൽ ആദ്യ പകുതിയിൽ കളിച്ചു. അതിൽ 3 അവർക്ക് ഓൺ ടാർഗറ്റ് എത്തിക്കാനും കഴിഞ്ഞു. മറുവശത്ത് സൗത്ത് ആഫ്രിക്കക്ക് ആകെ 3 ഷോട്ടുകളും അതിൽ 1 മാത്രമാണ് ആദ്യ പകുതിയിൽ ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. 5-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ മൊഗേന നടത്തിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. മൊഗേനയുടെ ഒരു ലോങ് റേഞ്ച് എന്നോളം വരുന്ന ഒരു ഷോട്ട് ക്രപ്പേയു കാനഡയുടെ ഗോൾ കീപ്പർ ക്രപ്പേയു സേവ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം മത്സരത്തിൽ കാനഡ തന്നെയായിരുന്നു ബോക്സിലേക്ക് കൂടുതൽ പന്തെത്തിച്ചതും. കാനഡ ഒരു പ്രസ്സിംഗ് ഗെയിം കളിക്കുകയും സൗത്ത് ആഫ്രിക്ക പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുമ്പോൾ കാനഡ ഒരു പ്രസ്സിംഗ് ഗെയിമിലൂടെ പന്ത് പിടിച്ചെടുക്കുകയും അറ്റാക്കിങ്ങിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 44-ാം മിനിറ്റിൽ ഒരു കോർണറിൽ വന്ന ഒരു പന്ത്, കാനഡയുടെ ഒരു മുന്നേറ്റം ബോക്സിൽ ഗോൾ ലൈൻ സേവ്, അവരുടെ 6-ാം നമ്പർ താരം സൗത്ത് ആഫ്രിക്കയുടെ മൊദീബയുടെ ഒരു ഗോൾ ലൈൻ സേവും ഉണ്ടായിരുന്നു 44-ാം മിനിറ്റിൽ. അത് കഴിഞ്ഞ് രണ്ടാം പകുതിയിൽ ആക്രമിച്ച് കളിച്ചത് കാനഡ തന്നെയായിരുന്നു. ഇരു ടീമുകളും ബോൾ പൊസിഷൻ ഏകദേശം ഒരുപോലെ കീപ്പ് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചു. അതുപോലെ 57-ാം മിനിറ്റിൽ മാത്രമാണ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു നല്ല മുന്നേറ്റം കാണാൻ സാധിച്ചത് മത്സരത്തിൽ. പിന്നീട് അങ്ങോട്ടേക്ക് 64-ാം മിനിറ്റിൽ കാനഡയുടെ മില്ലർ നൽകിയ ഒരു പന്ത്, ഓഫ് ലൈനിൽ മില്ലർ നൽകിയ ഒരു പന്ത്, അവരുടെ 12-ാം നമ്പർ സ്ട്രൈക്കർ ഒലിവേസിയുടെ ഒരു മുന്നേറ്റം ഗോൾ കീപ്പർ വില്യം സേവ് ചെയ്യുന്നത് കണ്ടു 64-ാം മിനിറ്റിൽ. പിന്നീട് 73-ാം മിനിറ്റിലും അവരുടെ ഗോൾ കീപ്പറുടെ ഒരു അതിമനോഹര അദ്ദേഹത്തിന്റെ പ്രകടനം ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഗോൾ കീപ്പർ വില്യം, അദ്ദേഹത്തിന്റെ ഒരു സേവും 80 മിനിറ്റുകൾക്ക് ശേഷം നിരന്തരം സൗത്ത് ആഫ്രിക്കൻ ബോക്സിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്ന, അറ്റാക്കിംഗിൽ കേന്ദ്രീകരിച്ച് കളിക്കുന്ന കനേഡിയൻ താരങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിരവധി മുന്നേറ്റങ്ങൾ അവർ നടത്തിയിരുന്നു. മറുവശത്ത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനും സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും 90+2-ാം മിനിറ്റിൽ വിജയ ഗോൾ പിറന്നു. 90+2-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കൻ ബോക്സിലേക്ക് ജോൺസ്റ്റൺ നടത്തിയ ഒരു ക്രോസ്, വലത് വിങ്ങിൽ നിന്നും ജോൺസ്റ്റൺ നടത്തിയ ക്രോസ് അവരുടെ ഡിഫൻഡർ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുകയും, പക്ഷേ ബോക്സിന് പുറത്ത് ഡി ഏരിയയിൽ കാത്തിരുന്ന സ്റ്റീഫൻ എസ്താക്യു, 7-ാം നമ്പർ താരം മിഡ്ഫീൽഡർ സ്റ്റീഫൻ എസ്താക്യു അത് ജസ്റ്റ് ട്രാപ്പ് ചെയ്ത് നിലത്തിട്ട് ഒരു ഹാഫ് വോളിയിലൂടെ ഒരു വെലങ്കാൽ ഷോട്ടിലൂടെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മത്സരത്തിൽ ത്രസിപ്പിക്കുന്ന ഒരു ഗോൾ സ്റ്റീഫൻ എസ്താക്യു സ്വന്തമാക്കുകയും ചെയ്തു. അദ്ദേഹം FC പോർട്ടോയുടെ താരമാണ്, പോർച്ചുഗീസ് ക്ലബ്ബ്. ഇപ്പോൾ ലോണിൽ ലോസ് ആഞ്ചലസ് FCക്ക് കളിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗോളിലൂടെ ഒരു മനോഹര വിജയം കാനഡ സ്വന്തമാക്കി റൗണ്ട് ഓഫ് 16 കടന്നു. ഇനി മൊറോക്കോ നെതർലാൻഡ് മത്സരത്തിൽ വിജയിക്കുന്ന ടീമുമായി റൗണ്ട് ഓഫ് 16 കാനഡ ഏറ്റുമുട്ടും. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു പ്രകടനം ഡിഫെൻസീവിലും അറ്റാക്കിങ്ങിലും ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തും മിഡ്ഫീൽഡിലും ഒക്കെ അവർ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. നിർഭാഗ്യവശാൽ അവസാനം പിറന്ന ഒരു ഗോളിൽ അവർക്ക് പരാജയം ഏറ്റുവാങ്ങി ലോകകപ്പിനോട് വിട പറയേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തി.